Which part of the house used for cooking? That part is the first part of the house. So, what is the first part of the house? So, how many times a day do you meet yourself? 2 times in a day. What flowers are there more here? How are the regular structures in the garden? Are the regular structures in our garden? What is this? It is football ground. Who is your favorite football player? My favorite football player is Messi. Who is your favorite cricket player? My favorite cricket player is Virat Kohli. Get the ball today. March 21. The forest giant. Waterfall. What toys are there for birds? Here, dolls, fruits, birds. There is helicopter and banjo. ഉണ്ടായതുകൊണ്ട് മക്കൾക്ക് കുറെ ഇംഗ്ലീഷിൽ കുറെ പ്രാതിനിധ്യം നേടി. പിന്നെ എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും നമ്മള് ഷോപ്പിൽ പോയി കാണുമ്പോൾ അവര് ഇംഗ്ലീഷിൽ തന്നെ അത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ രക്ഷിതാവ് എന്നുള്ള നിലയിൽ പറയാണ്, എന്റെ കുട്ടി ഇംഗ്ലീഷിന്റെ ക്ലാസ് കേട്ടത് മുതൽ ഇംഗ്ലീഷ് ഒരു ഇൻട്രസ്റ്റിംഗ് വിഷയമായി മാറിയിട്ടുണ്ട്. ചെയ്യേണ്ട വന്നത് മുതൽ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ചെറിയൊരു പുസ്തകം തന്നെ വീട്ടിൽ. അപ്പൊ ആ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അവിടെ അറിഞ്ഞു. തിങ്കളുടെ ക്ലാസ്സിൽ പങ്കെടുത്തതുകൊണ്ട് ഒരുപാട് മെച്ചങ്ങളുണ്ട്. കുട്ടിക്ക് എന്താ പറയുക, ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ പറ്റുന്നുണ്ട് ഇംഗ്ലീഷിൽ. പങ്കെടുക്കുന്നുണ്ട് ഒരു കുട്ടിക്ക് കുറേ ഇംഗ്ലീഷിൽ പറയാൻ കഴിയുന്നുണ്ട്. തിങ്കളെന്ന പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് വായന ഒന്ന് മെച്ചപ്പെടുത്താൻ സഹായിച്ചു കുട്ടിയെ. ഞാൻ പിന്നെ ഈ പരിപാടിയിൽ എൻ്റെ വേറുള്ള ആവശ്യങ്ങളൊക്കെ മാറ്റി നിർത്തി ഈ പരിപാടിയിലേക്ക് മാത്രമേ ഞാൻ എത്തിപ്പെടാണ്ടായ കാരണം എൻ്റെ മോന് ഈ തിങ്കളിലുള്ള പരിപാടിയായിട്ട് ഒരുപാട് പ്രയോജനങ്ങളും അതിനുള്ള അവൻ്റെ സംസാരത്തിലും മറ്റ് ഈ യാത്രയിലുണ്ടാകുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഈ ക്ലാസ് കൊണ്ട് ഉപയോഗങ്ങളുണ്ട്. ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് ഒരു യാത്ര ഞങ്ങൾ ചെയ്തു വന്നപ്പോൾ മടക്കത്തിൽ ഒരു ക്യാമ്പസ് ജീവിതത്തിൽ ഒരു ഡയറി എഴുതുന്ന ആളുണ്ട്. അയാളുമായിട്ട് സംസാരിച്ച് അയാൾ ചെന്നൈ യാത്ര ചെയ്ത് ഈരോട് ഇറങ്ങുന്ന ആളായിരുന്നു. ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് ഇറങ്ങുന്ന ആളുകളാണ്. ഇതിൻ്റെ ഇടയിൽ അയാളുമായിട്ട് മോനെ ഒരുപാട് ഇംഗ്ലീഷിൽ സംസാരിച്ചു. ആദ്യം അവന് മനസ്സിലായിട്ടില്ലെങ്കിലും ഈ ക്ലാസിൻ്റെ ഉപയോഗം കൊണ്ട് ആ ഇംഗ്ലീഷ് പഠിക്കണമെന്നും അത് മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹപ്രകാരം അവന് വളരെ താല്പര്യത്തോടു കൂടിയാണ്. എല്ലാ വാക്കുകളും അവന് മനസ്സിലായിട്ടില്ലെങ്കിലും വളരെ താല്പര്യത്തോടു കൂടി അതിലേക്ക് അവന് ഇൻവോൾവായി അത് സംസാരിച്ചു. ഇന്ന് ഈ സ്കൂളിൽ നടന്ന ഈ പരിപാടിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടതിൽ ഒരുപാട് ഗുണങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. തുടർന്നും മറ്റുള്ളവർക്കും അത് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് മാഷെ എല്ലാവിധ പഠനത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന മാഷെ വളരെയധികം അഭിനന്ദിക്കുന്നു.